ഹായ് ഗൈസ്. സോ നമ്മൾ ഒബ്ജക്ട്സിലെല്ലാ കേസും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്വലി നമ്മൾ എന്താ വെച്ചാൽ സ്ട്രിങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതല്ല. നമ്മൾ പറഞ്ഞു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണെങ്കിലും സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ബട്ട് ആക്ച്വലി പ്രോപ്പർട്ടി നെയിംസ് ആയിട്ട് 3 ടൈപ്സ് പോസിബിൾ ആണ്. ഇപ്പോൾ കീസിൻ്റെ കേസിൽ നമുക്ക് പ്രോപ്പർട്ടി നെയിംസ് നമ്മൾ കൊടുക്കുന്നത് 3 ടൈപ്സ് പോസിബിൾ ആണ്. ഒന്നാമത്തെ സ്ട്രിങ്സ്, പിന്നെ നമ്പേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും, സിമ്പിൾസും കൊടുക്കാൻ പറ്റും. സിമ്പിൾസ് ഞാൻ ഇപ്പോഴും പാർക്ക് ചെയ്യുകയാണ്, ഞാൻ ലേറ്ററും ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ നമ്പർ കീസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർപ്രൈസ് ആയി തോന്നിക്കാറില്ല. കാരണം അറേസ് ഓൾറെഡി നമ്മൾ, പക്ഷേ ഇത് സർപ്രൈസ് ഉണ്ട്. കാരണം അറേസിൽ ഓൾറെഡി നമ്മൾ നമ്പർ ഇൻഡെക്സസ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അറേ ഓഫ് 0, അറേ ഓഫ് 1 എന്ന് പറഞ്ഞിട്ട്. അറേ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറഞ്ഞു ഒരു സ്പെഷ്യൽ ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. സോ അറേയും സെയിം തിങ് ആണ് ഇവിടെ മാനേജ് ചെയ്യുന്നത്. 0, 1, 2 എന്ന് പറഞ്ഞിട്ട് കീസ് ബിഹൈൻഡ് ദി സീൻസിൽ കീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഓഫ് 0, ഓഫ് 1 എന്ന് പറഞ്ഞാൽ അതിൽ ഇൻഡയറക്ട്ലി അങ്ങനെയാണ് വരയ്ക്കുന്നത്. സോ നോർമൽ ഒബ്ജക്റ്റിലും നമ്പർ കീ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് കോമ ഇട്ടിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. 1.5 എന്ന് പറഞ്ഞിട്ട് ഹായ് ഹലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് പോസിബിളാണ്. ഇവിടെ 1.5 കീ ആയിട്ട് ഞാൻ കൊടുത്തു. അതിൻ്റെ വാല്യൂ എന്താണ്? ഹലോ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റിൽ വന്നിട്ടുണ്ട് 1.5 ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കേസിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, നമുക്ക് ഈ 1.5 ആക്സസ് ചെയ്യണം. നമ്മുടെ ഒബ്ജക്റ്റിൽ നമ്മൾ കൊടുത്തു ഈ 1.5 എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ആക്സസ് ചെയ്യുന്നു വെച്ചാൽ, പക്ഷേ ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ .1.5 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ person.1.5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറർ പറ്റുള്ളൂ. അത് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ജാവാസ്ക്രിപ്റ്റിന് ഇത് വാലിഡ് സിൻടാക്സ് അല്ല. സോ നമ്മൾ വെച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റാണ് നോട്ട് യൂസ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് പേഴ്സൺ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് 1.5 എന്ന് പറഞ്ഞ് എഴുതണം. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ്ങിലി ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കും നമ്മൾ കോഡ്സ് യൂസ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. സോ ബ്രാക്കറ്റ് ഇൻസൈഡിൽ JS-ന് ഒരു സിംഗിൾ നമ്പർ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ എടുക്കും. ആക്ച്വലി ബൈ ഡീഫോൾട്ടായിട്ട് എടുക്കും. നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ നമ്പറായിട്ട് JS-ന് വാല്യൂറ്റ് എടുക്കാൻ പറ്റും. അറേ ഓഫ് 0, അറേ ഓഫ് 1 എന്ന് പറഞ്ഞ പോലെ നമുക്ക് കോഡ്സ് വേണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡ്സ് കൊടുക്കാം. കോഡ്സ് കൊടുത്താലും അത് വർക്ക് ചെയ്യും, കോഡ്സ് കൊടുത്തില്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ കോഡ്സ് കൊടുത്തു 1.5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കോഡ്സ് കൊടുത്തിട്ട് റൺ ചെയ്താലും കറൻ്റ്ലി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ എനിവേസ് കീസ് ആർ സ്ട്രിങ്സ് ആണ് ഞാൻ പറഞ്ഞു ഇൻറ്റേർണലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി ഒബ്ജക്റ്റ് ന്യൂമറിക് കീസ് ആർ ട്രീറ്റ് ലൈക്ക് നോൺ നെഗറ്റീവ് ഇൻറ്റീജർ കീസ് എന്ന് വെച്ചാൽ 0 ആൻഡ് എബവ് ഒരു കീസാണ് യൂഷ്വലി നമ്മൾ കൊടുക്കുക ഓർഡിനറി വാല്യൂസിൽ. ഓക്കെ, നെഗറ്റീവ് വാല്യൂസ് നമ്മൾ കീസ് അധികം കൊടുക്കാറില്ല, പ്രിഫർ ചെയ്യൂല. പ്രാക്ടിക്കൽ കോഡിങ്ങിൽ നെഗറ്റീവ് വാല്യൂസൊക്കെ റയർലി ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. നെഗറ്റീവ് വാല്യൂസൊക്കെ കൊടുക്കേണ്ട കീസ് ആണെങ്കിൽ പരമാവധി അവോയ്ഡ് ചെയ്യാം. ഓക്കെ, സോ ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് ഓർഡർ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ, നോർമലി ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് കീപ്പ് ഇൻസെർഷൻ ഓർഡർ. നമ്മൾ എന്ത് ഓർഡറാണ് ഇവിടെ ഇൻസെർഷൻ ചെയ്തിരിക്കുന്നത്. സോ ഞാനിവിടെ 1.5 എടുത്ത് മാറ്റാം. എന്ത് ഓർഡറാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അതാണ് ഇൻസെർഷൻ ഓർഡർ, അതിൽ തന്നെ വരും. ഓക്കെ, സോ ഇത് ഇൻസെർഷൻ ഓർഡറാണ് നമുക്ക് വരുന്നത്. നമ്മൾ എന്ത് ഓർഡറാണോ ഡാറ്റ ഇൻസെർട്ട് ചെയ്യുന്ന സെയിം ഓർഡറിൽ തന്നെയാണ് നമുക്കിവിടെ കാണാനും പറ്റുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മളൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇഫ് ഒബ്ജക്റ്റ് ഹാസ് ഓൺലി നമ്പർ കീസ്, ആക്ച്വലി ഒരു ഒബ്ജക്റ്റിൽ നിങ്ങൾ നമ്പർ കീസ് മാത്രം ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, കോൺസ്റ്റ് ന്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വാല്യൂ ഉണ്ട് ഹായ് 5. ഞാൻ കീസ് നമ്പർ മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ, 1 ട്രൂ കൊടുത്തു. പിന്നെ ഞാൻ 3ൽ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ console.log ഓഫ് ന്യൂ എന്ന് പറഞ്ഞിടത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, പേര് ന്യൂ എന്ന് കൊടുക്കാൻ പറ്റില്ല, ന്യൂ കീവേഡ് ഉണ്ട്.
സോ കീവേഡ് ആയിട്ട് എടുത്ത് മാറിപ്പോയതാണ്. ന്യൂ OBJ എന്ന് പറഞ്ഞു കൊടുത്തു. റൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് സോർട്ട് ഔട്ടായി. 1 3 5 ആയി. നമ്മൾ 5 1 3 എന്ന് കൊടുത്താലും ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ 1 3 5 ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എത്ര ഉള്ളൂ, ഒബ്ജക്റ്റിൽ നമ്പേഴ്സ് ലൈക്ക് കീസ് ആണെങ്കിൽ, നമ്പേഴ്സിൽ മാത്രമുള്ള കീസൊക്കെ ആണെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യും. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇൻറ്റീജർ കീസ് എപ്പോഴും 0 1 2 3 സോർട്ട് ഔട്ട് ചെയ്യുമല്ലോ, അങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് വന്നാണ് ഇവിടെ 1 3 5 എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതർ സ്ട്രിങ്സ് ഒക്കെ ആണെങ്കിൽ അത് ഇൻസർഷൻ ഓർഡർ എന്താണെന്ന് വെച്ചാൽ അത് കീപ്പ് ചെയ്യും. ഇവിടെ കണ്ടോ, ഇൻസർഷൻ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ നോർമൽ സ്ട്രിങ് കീസിലൊക്കെ ഇൻസർഷൻ ഓർഡർ എന്താണെന്ന് വെച്ചാൽ അത് കീപ്പ് ചെയ്യുന്നു. ഇൻറ്റീജർ ലൈക്സ് കീസ് ആണെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഉദ്ദേശം. ഞാൻ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഞാനത്തെ ക്ലാസ് ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.